ഇക്കുറി വോട്ട് രേഖപ്പെടുത്താൻ കഴിയുമോ എന്നതിലൊരു ആശങ്കയുമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിട്ടുണ്ട്. തപാൽ വോട്ടിന് അപേക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ ഫെസിലിറ്റേഷൻ സെന്ററിൽ ചെന്ന് വോട്ട് ചെയ്യണം എന്നുള്ള നിർദ്ദേശം അത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അവരുടെ പ്രതികരണം കാണാം ആദ്യം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു കഴിഞ്ഞു, പ്രചരണം കൊഴുക്കുന്നു. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇക്കുറി ഉണ്ടായിരിക്കുന്നു എന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷം വരെ പോസ്റ്റൽ ബാലറ്റ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ പോസ്റ്റൽ ബാലറ്റ് ആയിരുന്നു. അതായത് വോട്ട് രേഖപ്പെടുത്തി കൗണ്ടിങ്ങിന് മുൻപ് അവിടെ എത്തിക്കുക, തപാൽ മാർഗം അയക്കുക എന്നുള്ളതായിരുന്നു സംവിധാനം. എന്നാൽ ഇക്കുറി സാധാരണ ഇലക്ഷൻ ദിവസം നടത്തുന്ന അതേ വോട്ടിംഗ് രേഖപ്പെടുത്തൽ സംവിധാനം തന്നെ മറ്റൊരു ദിവസം ചെയ്യുന്നു എന്നുള്ള സംവിധാനമായി വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് വോട്ടവകാശം വിനിയോഗിക്കാനുള്ള സാഹചര്യം ഇല്ലാതാകുന്നു എന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഡോക്ടർ PJ വിൻസെന്റ് നമ്മളോടൊപ്പം ചേരുകയാണ്. മാഷ് പല പ്രാവശ്യം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്ത ഒരാളാണ്. സാധാരണഗതിയിൽ പോസ്റ്റൽ ബാലറ്റ് എന്നുള്ളത് ഒരു ആനുകൂല്യമായിരുന്നു ഉദ്യോഗസ്ഥർക്കുള്ള. ഈ പ്രാവശ്യം എന്താണ്, എങ്ങനെയാണ് പ്രതിസന്ധി? ഇത്തവണ പോസ്റ്റൽ ബാലറ്റ് ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ 2 വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററുകളാണുള്ളത്. വടകര കോൺസ്റ്റിറ്റ്യുവൻസിലെ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ വടകര ഗസ്റ്റ് ഹൗസിലാണ്. കോഴിക്കോടുള്ളത് നമ്മുടെ സിവിൽ സ്റ്റേഷനിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ നിയോജക മണ്ഡലങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് അപ്പോയിന്റ്മെന്റ് നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരുടെ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ എത്തി വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് നിലവിൽ കിട്ടിയിട്ടുള്ള വിവരം. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രവുമല്ല, 26-ാം തീയതി പോളിംഗ് അവസാനിക്കുമ്പോൾ തന്നെ പോസ്റ്റൽ വോട്ടുകളും ഉദ്യോഗസ്ഥരുടെ വോട്ടുകളും പൂർത്തീകരിക്കണം എന്ന തീരുമാനമാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുള്ളത്. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. പക്ഷേ 25-ാം തീയതി 8 മണിക്ക് പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ 26-ാം തീയതി പോളിംഗ് പൂർത്തീകരിച്ച് സാധന സാമഗ്രികൾ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ അവർ റിലീവ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് അവർക്ക് EDC വോട്ടുകൾ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ പോസ്റ്റൽ വോട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥർക്ക് ഈ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ എത്തി വോട്ട് ചെയ്യേണ്ട വരും എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം. ഉദ്യോഗസ്ഥർക്ക്, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് വലിയ ബുദ്ധിമുട്ടാവുകയാണ്. അതായത് അവരുടെ ജനാധിപത്യ അവകാശം സുഖമായി വിനിയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത് തീർച്ചയായിട്ടും ശരിയാണ്. ഞാൻ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ നോർത്ത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടറാണ്. എൻ്റെ വോട്ടിംഗ് എനിക്ക് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ആണ് എനിക്ക് പോളിംഗ് ഡ്യൂട്ടി ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി വടകരയിലെത്തി അവിടെ ഗസ്റ്റ് ഹൗസിൽ, വടകര PWD ഗസ്റ്റ് ഹൗസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ വോട്ട് ചെയ്യണം. അതായത് ഫലത്തിൽ തപാൽ വോട്ട് എന്നുള്ളത് അങ്ങനെ ഒരു സംഭവം ഇല്ലാതായി മാറിയിരിക്കുകയാണ്. സാങ്കേതികമായി അതില്ല എന്ന് പറയുന്നതാണ് ശരി. അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. കാരണം തപാൽ വോട്ട് ഫലത്തിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇതിൽ ഇടപെടണമെന്നും, അതായത് വോട്ടിംഗ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം ഒരുക്കണമെന്നുള്ള ആവശ്യമാണ് പൊതുവിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥരെ പ്രതിനിധീകരിക്കുന്ന എല്ലാവരും പറയുന്നത്. ഇതേ പരാതി ഉന്നയിച്ചുകൊണ്ട്, ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും രംഗത്തെത്തുന്നു. തപാൽ വോട്ട് അനുവദിക്കണം, പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് തപാൽ വോട്ട് അനുവദിക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നതാണ് KPOA ജനറൽ സെക്രട്ടറി CR ബിജു 24നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കാണാം. NRIs ആയിട്ടുള്ളവർക്കടക്കം പ്രോക്സി വോട്ട് സംവിധാനം ഏർപ്പെടുത്തി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുള്ള ഈ രാജ്യത്ത്, ഈ നാട്ടിലെ ഇലക്ഷൻ പ്രക്രിയയിൽ കൃത്യമായ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി നിയോഗിക്കപ്പെടുന്നവർക്ക് അത് നിഷേധിക്കപ്പെടുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ കഴിയുന്നതല്ല. തീർച്ചയായിട്ടും ഇത്തവണയും പകര സംവിധാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഏതാണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി മാറുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ 2500ഓളം പേരുണ്ട്, 1-2 അല്ല. അവർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നത് ഒരു കണക്കിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. അതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ നിയമ നടപടികളുമായി സംഘടനകൾ തന്നെ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനവുമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, വളരെ ന്യായമായ ആവശ്യമാണ് തങ്ങളുടെ വോട്ടിംഗ് അവകാശം അത് മുടക്കരുത് എന്നുള്ള ആവശ്യം. ഇപ്പോൾ ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. കാരണം തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ കേരളത്തിൽ നിന്നും
കേരള സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് പ്രകാരം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് 2500-ലേറെ പോലീസുകാരെ ഇതര സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും പല സംസ്ഥാനങ്ങളും സംഘർഷബാധിത പ്രദേശങ്ങളാണ്, അത്തരം സംസ്ഥാനങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. അവർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ, CR ബിജു പറഞ്ഞതുപോലെ ഒരു പൗരനാണ് പോലീസുകാരൻ എന്നുള്ള ബോധമില്ലാത്ത രീതിയിലേക്ക് അവർക്ക് വോട്ടവകാശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ 2500 പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഡ്യൂട്ടിക്ക് പോയവരാണ്. ഇതുകൂടാതെ ഇനിയും ചിലപ്പോൾ സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസിലേക്കൊക്കെയുള്ള ഡ്യൂട്ടി വന്നേക്കാം. അത്തരത്തിലുള്ളവർക്കെല്ലാം തന്നെ അവർ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാവാനുള്ള പൗരാവകാശം നിർവഹിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടലാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം, വോട്ടിംഗ് അവകാശം ഇല്ലാതാകും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അസോസിയേഷനുകളെല്ലാം, അത് പോലീസ് ഓഫീസ് അസോസിയേഷനും അതുപോലെ തന്നെ കേരള പോലീസ് അസോസിയേഷനും പോലീസ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലാകെ ഇതൊരു പ്രധാന ചർച്ചയുമാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പും ഇത് വളരെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ അധികൃതരുമായി ആഭ്യന്തര വകുപ്പ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിച്ചത്. അനുജ, അതാണ് തപാൽ വോട്ട് അനുവദിക്കണമെന്നുള്ള ആവശ്യം പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള മറ്റു ഉദ്യോഗസ്ഥരും അവർക്ക് പ്രായോഗികമായി നിലവിൽ നടക്കാൻ സാധ്യമല്ലാത്ത ഒരു കാര്യത്തിലേക്ക്, ഫെസിലിറ്റേഷൻ സെന്ററിൽ പോയി വോട്ട് ചെയ്യണമെന്നുള്ളത് നടക്കില്ല, അതിന് ബദൽ മാർഗം തന്നെ വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അടിയന്തര ഇടപെടൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.